കേംബ്രിഡ്ജ് മുൻ മേയർ ശ്രീ ബൈജു തിട്ടാല ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ബൈജു തിട്ടാല, ഇത് കയറ്റുമതി രംഗത്തെയും ഇറക്കുമതി രംഗത്തെയും തടസ്സങ്ങൾ നീക്കി തീരുവകളിൽ ഇളവ് വരുത്തി അല്ലെങ്കിൽ 0% എത്തിച്ചുകൊണ്ടുള്ള ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന വിധത്തിലുള്ള കരാറാണല്ലോ. എങ്ങനെ കാണുന്നു താങ്കൾ ഇതിനെ? ഈ കരാറിനെ പോസിറ്റീവായി തന്നെ ഞാൻ കാണുന്നു. അതിൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ചില പോസിറ്റീവ് വശങ്ങളും ചില നെഗറ്റീവ് വശങ്ങളും അത് അതായത് കറണ്ട് ജിയോ പൊളിറ്റിക്കൽ സെനാരിയോ നോക്കുമ്പോ ഇത് ഒരു പക്ഷേ ഇന്ത്യയെ കഴിഞ്ഞും ബെനിഫിറ്റ് ഇത് ബ്രിട്ടനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം മൊത്തത്തിൽ ലോക വ്യാപാര മേഖലകളിലുണ്ടായ ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. ഈ അനിശ്ചിതാവസ്ഥയിൽ ആ വിഷയം ടാക്കിൾ ചെയ്യാൻ ഒരു പക്ഷേ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ സ്റ്റാമറിനെ കൊണ്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് പുള്ളി എക്സ്റ്റെൻഡ് ചെയ്യും, അതിന് പുള്ളി ലീഡ് ചെയ്ത് ആ കരാറുകൾ, കാരണം ഈ കരാറിനെ പറ്റി ചർച്ച ചെയ്യേണ്ട കാലങ്ങൾ ഒത്തിരി ആയതാണ്. അപ്പം ഇത് എഗ്രീഡ് ആയ ആ ഒരു സമയവും ഈ ട്രംപിന്റെ വരവും എല്ലാം കൂടെ നമ്മൾ കവർ ചെയ്ത് നോക്കുമ്പോൾ, എല്ലാം കൂടെ നമ്മൾ അസസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ അകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ലൈക്ക് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ട്രംപിനെ അല്ലെ മറ്റ് ഈ വെസ്റ്റേൺ ഡെമോക്രസി അല്ലെ വെസ്റ്റേൺ രാജ്യങ്ങളുമായി അവരുമായി കരാറുകൾ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടൻ ആദ്യമായ ഒരു ഡീൽ ഇന്ത്യയുമായി ഏർപ്പെടുന്നത് ഒരു പോസിറ്റീവായ കാര്യം തന്നെയാണ്. ഇതിനെ ഞാൻ കാണുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ ടെക്സ്റ്റൈൽ മേഖലയിലൊക്കെ തീർച്ചയായിട്ടും ഒത്തിരി ഗുണം ചെയ്യും, ഒരു സംശയമില്ല. പക്ഷെ ഇതില് എന്നെ സാധാരണക്കാരെ എങ്ങനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ്. അതിന്റെ കാരണം ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഈ കേരളത്തിലെ മാത്രം പറയാം, ഇന്ത്യ വെക്കാതെ കേരളത്തിലെ മാത്രം പറയാം, കേരളത്തിൽ നിന്നും മാത്രം വന്നിരിക്കുന്ന ഈ കെയർ വർക്കേഴ്സ് ഉണ്ട്. ഈ കെയർ വർക്കേഴ്സ് ഒന്നും ഈ അപ്പർ ക്ലാസ്സോ അല്ലെ ഇലീറ്റ് ക്ലാസ്സോ അല്ലെ അക്കാഡമിക് എലീറ്റ് ഒന്നും ആ ക്ലാസ്സിൽ വരുന്നവരല്ല. ഇപ്പൊ എന്നെ പോലെയുള്ള തൊഴിലാളികളായ നാട്ടിൽ കൂലിപ്പണിയൊക്കെ എടുത്ത് നടന്ന ആളുകൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിലേക്കുള്ള ആൾ നേഴ്സുമാരായി വന്നവരൊക്കെ അവരൊന്നും ഒരു അപ്പർ ക്ലാസ്, അവരൊക്കെ ഏതാണ്ട് മീഡിയം ക്ലാസ്സോ അല്ലെങ്കിൽ ബിലോ മീഡിയം ക്ലാസ്സോ ആണ്. അപ്പൊ അവരെ പോലെയുള്ള ആളുകളുടെ വരവ് ഏതാണ്ട് കംപ്ലീറ്റ് നിർത്തിക്കളഞ്ഞു. അപ്പൊ ആ സെക്ടറിലുള്ള ആളുകളുടെ വരവ് എത്ര കണ്ട്, ആ സെക്ടറെ എത്ര കണ്ട്, ആ കമ്മ്യൂണിറ്റി എത്ര കണ്ട് ഇത് ഗുണം ചെയ്യുന്ന എനിക്ക് സംശയം. പക്ഷെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും അല്ലെ? ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് ബ്രിട്ടനിലും ബ്രിട്ടീഷ് നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെയും വില കുറയും. അത് പോസിറ്റീവായിട്ട് കാണാം അല്ലെ? തീർച്ചയായിട്ടും അത് ഇപ്പം ബ്രിട്ടനിലെ പോസ്റ്റ് ബ്രെക്സിറ്റിന് ശേഷം ബ്രിട്ടനിൽ ഉണ്ടായിരിക്കുന്ന ഒരു പെക്യൂലിയർ സാഹചര്യമുണ്ട്. അതായത് എനിക്ക് നേരിട്ടറിയാം, എന്റെ ക്ലയൻസ് ആയിരുന്ന പല കമ്പനികളിലും ഈ ബ്രിട്ടൻ വിട്ട് യൂറോപ്പിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോയത് എനിക്ക് നേരിട്ടറിയാം. അപ്പം സ്വാഭാവികമായും ആ പോസ്റ്റ് ബ്രെക്സിറ്റിന്റെ സാമ്പത്തികമായ ഒരു വല്ലാത്തൊരു അൺസർട്ടനിറ്റി ഉണ്ടായി. ആ അൺസർട്ടനിറ്റിയിലാണ് ഇപ്പൊ ഞാനിപ്പോഴും ഓർക്കുന്നത്, അന്ന് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഡൊമിനിക് റാബ് അന്ന് പറഞ്ഞതാണ്, വി വിൽ അട്രാക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം എനിവെയർ ആൻഡ് എവരിവെയർ. ആ സമയത്താണ് മറ്റു രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ നിന്ന് മാത്രമൊന്നുമല്ല, പല തേർഡ് വേൾഡ് രാജ്യങ്ങളിൽ നിന്നും ഒത്തിരി വിദ്യാർത്ഥികൾ വരികയും അതുവഴി ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഈ രാജ്യത്തുണ്ടാവുകയും ചെയ്തു. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത്. ഇപ്പം ഈ ഇവിടുത്തെ റൈറ്റിംഗ് അപ്രൈസിംഗ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് റീഫോം പാർട്ടിയൊക്കെ പറയുന്നത് ഇമിഗ്രൻസ് വന്നുകൊണ്ടാണ് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടായതാണ്. യഥാർത്ഥത്തിൽ അതല്ല വസ്തുത. ഈ പോസ്റ്റ് ബ്രെക്സിറ്റിന് ശേഷം ഉണ്ടായ സാമ്പത്തികമായ ഇൻസ്റ്റബിലിറ്റി സ്വാഭാവികമായിട്ടും ഇവിടുത്തെ എക്കോണമിയെ വല്ലാതെ അഫക്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഇമ്പാക്ട് സ്വാഭാവികമായിട്ടും കട്ടിലേക്കും ബെനിഫിറ്റ് കട്ട്സ് അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയും ടൂറിസം ആൻഡ് ഒരു വളരെ ഗുരുതരമായ ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഡെഫിസിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റിലാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ അതിനെ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. അപ്പോ ഇതിൽ ഞാൻ എക്സ്പോർട്ട് ഫേമിൽ വർക്ക് ചെയ്ത ആളാണ് പണ്ട്. അപ്പം അതെങ്ങനെ എക്സ്പോർട്ട് മേഖലയിൽ ഗുണം ചെയ്യുന്നത് എനിക്കൊരു സംശയമില്ല. പിന്നെ ഇതിന് വേറൊരു പോസിറ്റീവായി ഞാൻ കാണുന്നത്, ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യയിലെ, അതായത് ഈ സിൻസ് മോദി റജീം, ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അകത്ത് ഇന്ത്യയിൽ നടക്കുന്ന മൈനോറിറ്റി അട്രോസിറ്റീസിനെതിരെ വളരെ ഗുരുതരമായ ഡിബേറ്റുകൾ നടന്നിട്ടുണ്ട്. അതിലൊക്കെ വളരെ ലിമിറ്റഡ്
ഞാൻ തന്നെ ഈ നമ്മുടെ മണിപ്പൂർ വിഷയത്തിൽ ഞാൻ തന്നെ ഈ പല മിനിസ്റ്റേഴ്സിന്റെ ചേംബറിൽ എത്തിയിട്ടുണ്ട്. അപ്പോ ഈ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവുന്ന ഇനി എന്തെങ്കിലും ഉണ്ടായാൽ മൈനോറിറ്റിയെ പ്രോസിക്യൂട്ട് ചെയ്യുകയോ അല്ലെ അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയോ ഒരു സാഹചര്യത്തിൽ ഈ വിഷയം ബ്രിട്ടീഷ് പാർലമെന്റിൽ വളരെ ഗുരുതരമായി ചർച്ച ചെയ്യുന്നു. ഉദാഹരണമായിട്ട് ഇന്നലെ തന്നെ ഇനിങ്ങാന്നത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഓപ്പോസിഷൻ ലീഡറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടിരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് അതായത് അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലെ എത്നിക് മൈനോറിറ്റിയുടെ കൺസേൺ കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടേണ്ടതാണ്. അപ്പൊ ഈ ഒരു ട്രേഡ് ഡീലോട് കൂടി ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് സൈഡ് ഞാൻ കാണുന്നത് എത്നിക് മൈനോറിറ്റി, അതായത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നെഹ്റുവിന്റെ കാലത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫൗണ്ടേഷനായ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ആ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയെ അപ്ഹോൾഡ് ചെയ്യാൻ ബ്രിട്ടനിൽ ഇരുന്നു കൊണ്ടും കൃത്യമായി ഇതിനെ മോണിറ്റർ ചെയ്യപ്പെടും. ഈ വിഷയങ്ങൾ ഇനി ഉണ്ടാകുന്ന വിഷയങ്ങൾ വളരെ അതിഗുരുതരമായി ഇന്ത്യയിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടും.